ഹായ്, ഞാൻ അഞ്ജു. ഇന്നഫയ വെൽനസ് ചാരിമൂടിലെ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ്. ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനം. മാനസികാരോഗ്യത്തിന് നാം എത്രമാത്രം പ്രാധാന്യം നൽകുന്നുണ്ട്? എന്നോട് ചോദിച്ചാൽ ഞാൻ അതിനുത്തരം പറയും, വലിയ പ്രാധാന്യമൊന്നും ആരും നൽകുന്നില്ല എന്ന്. എന്താ, ശരിയല്ലേ? 1992 വേൾഡ് ഫെഡറേഷൻ ഓഫ് മെന്റൽ ഹെൽത്തും ലോകാരോഗ്യ സംഘടനയും ചേർന്ന് ഇങ്ങനൊരു ദിവസം കൊണ്ടുവരാൻ കാരണം തന്നെ മെന്റൽ ഹെൽത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ്. ആഗോളതലത്തിൽ തന്നെ പലതരത്തിലുള്ള ക്ലാസുകളും അവയർനെസ് പ്രോഗ്രാമുകളും വേൾഡ് മെന്റൽ ഹെൽത്തിലേക്ക് നടക്കുന്നുണ്ട്. വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ കണക്കനുസരിച്ച് 2010 മുതൽ 2030 വരെയുള്ള 20 വർഷക്കാലം നമ്മുടെ ലോകത്തിന് മെന്റൽ ഹെൽത്ത്, അതായത് മാനസിക ആരോഗ്യ കുറവ് മൂലം ഉണ്ടാകുന്ന നഷ്ടം $16 ട്രില്യൺ ആണ്. അത് എത്രത്തോളം വലുതാണെന്ന് നമുക്ക് ഈ സംഖ്യ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ഈ വർഷം 2024 മെന്റൽ ഹെൽത്ത് അവയർനെസിന്റെ തീം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടൈം ടു പ്രയോറിറ്റൈസ് മെന്റൽ ഹെൽത്ത് ഇൻ വർക്ക് പ്ലേസ്. നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ മെന്റൽ ഹെൽത്ത്, മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യം എന്താണെന്നാണ് ഈ വട്ടത്തെ തീം. അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ മാനസിക ആരോഗ്യത്തിന് നാം എത്രത്തോളം പ്രാധാന്യം നൽകണമെന്ന്. അപ്പോൾ ജോലി സ്ഥലങ്ങളിൽ നമുക്ക് എങ്ങനെ നമ്മുടെ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കാം, എന്തുകൊണ്ടൊക്കെയാണ് നമുക്ക് മാനസിക പ്രശ്നങ്ങൾ ജോലി സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ചൊക്കെ വരുന്ന വീഡിയോകളിൽ ഞാൻ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന നമ്മളുടെ ചിലർക്ക് സ്ഥിരമായി തലവേദന, സ്ഥിരമായി വിശപ്പില്ലായ്മ, ഉറക്കമില്ലായ്മ, ഇറിറ്റേഷൻ, അങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാകും. പലരും അത് മനസ്സിൽ സൂക്ഷിക്കാറാണ് പതിവ്. ഇതൊക്കെ സാധാരണ എനിക്കുണ്ടാകുന്ന, അതായത് എനിക്ക് വയസ്സ് കൂടുന്നതിൻ്റെ പ്രശ്നമാകാം, അല്ലെങ്കിൽ ശാരീരികമായി ഉണ്ടാകുന്ന രോഗത്തിൻ്റെ പ്രശ്നമാകാം എന്നൊക്കെ കരുതി പലരും ഉള്ളിൽ സ്വയം അടിച്ചമർത്തി ജീവിക്കുകയാണ് പതിവ്. എന്നാൽ അങ്ങനെ ചെയ്യരുത്. നമുക്ക് ശാരീരികമായി ഉണ്ടാകുന്ന അസുഖങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഡോക്ടറെ കണ്ട് മരുന്ന് മേടിക്കുന്നത് അല്ലെങ്കിൽ അഡ്വൈസ് തേടുന്നത്, അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തണം. അപ്പോൾ നിങ്ങളെ കേൾക്കാൻ ഞങ്ങളുണ്ട്. ഞങ്ങൾ ഇന്നഫയ വെൽനസ്. താങ്ക് യു.